അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെ അനേകായിരങ്ങൾ നമ്മൾക്ക് ചുറ്റും താമസിക്കുന്നുണ്ട്. അവർക്ക് വീടെന്നും സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ബാലകൃഷ്ണനെയും രാധയെയും ഞാനൊരു അമ്പലത്തിൽ പൊങ്കാല ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്താണ് രാധ, ഹൃദ്രോഗിയായ രാധ, ഭർത്താവ് ക്യാൻസർ പേഷ്യൻ്റായ ബാലകൃഷ്ണനോടൊപ്പം എന്നെ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ അവർ വിവരിക്കുകയുണ്ടായി. ചികിത്സാ ചെലവിന് പോലും യാതൊരു നിവൃത്തിയുമില്ലാതിരുന്ന ഈ 2 പേർ അടങ്ങിയ കുടുംബത്തിന് അവർക്ക് താമസിക്കാൻ സുരക്ഷിതമായ ഒരു ഭവനം അവരെ കൊണ്ടത് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുകയും അവരുടെ അവസ്ഥ മനസ്സിലാക്കിയാണ് ഞാൻ സതീശിൻ്റെ സഹായത്താൽ ഒരു വീട് നിർമ്മിച്ച് നൽകാമെന്ന് പൂർത്തീകരിച്ച് നൽകാനായിട്ട് അവരുടെ സ്ഥലത്തെത്തുന്നതും. അപ്പോൾ ആ സമയത്താണ് എനിക്ക് മറ്റൊരു വീട് കൂടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ 2 വീടുകൾ 354-ാമത്തെയും 55-ാമത്തെയും വീടുകളാണ് ആലപ്പുഴ സ്വദേശിയായ സതീശിൻ്റെ സഹായത്താൽ കിളിവയലിന് സമീപം ചാത്തന്നൂർ പുഴ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് അടുത്തടുത്തായിട്ട് 3 സെൻറ്റുകളിൽ 3.5 സെൻറ്റിലായിട്ട് നിൽക്കുന്ന 2 വീടുകൾ പൂർത്തീകരിച്ച് നൽകുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൽ 2ാമത്തെ വീട് വത്സലയ്ക്കാണ് കൊടുക്കുന്നത്. വത്സല വിധവയായ സ്ത്രീയാണ്. അവരും ഇതുപോലെ വിവിധ പ്രശ്നങ്ങളാലും അസുഖങ്ങളാലും ദുരിത ജീവിതം നയിച്ചുകൊണ്ടിരുന്ന വത്സല. അപ്പം വത്സലയ്ക്ക് ഇതുപോലെ 2 മുറികളും അടുക്കളയും ഹാളും ഒക്കെയുള്ള ഒരു വീട് വത്സലയ്ക്കും നിർമ്മിച്ച് നൽകാനായിട്ട് പൂർത്തീകരിച്ച് നൽകുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മളൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളിൽ കൂടെയാണ് കടന്നു പോകുമ്പോഴും ഇതുപോലുള്ള ആൾക്കാരെ സഹായിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ദൈവം നമ്മളെ നിയോഗിച്ച ആ ഒരു നിയോഗം സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഓരോ ദിവസവും ഇവർക്കായിട്ട് ഇവരുടെ സ്ഥലങ്ങളിൽ പോയി ഈ വീടുകൾ നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ നിർമ്മിച്ച് നൽകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സംതൃപ്തി, അത് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നു. 12ാം വാർഡ് കഴിഞ്ഞ 4.5 വർഷമായി വീടില്ലാതെ കഷ്ടപ്പെടുന്ന 2 പേരായിരുന്നു പ്രിയപ്പെട്ട ബാലകൃഷ്ണനും പ്രിയപ്പെട്ട പ്രസന്നയും. ഞാൻ മെമ്പറായി കഴിഞ്ഞുള്ള ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. 2 പാവങ്ങൾക്ക് വീട് കിട്ടുന്നത്, ചാരിറ്റി അല്ലെങ്കിൽ സഹായം കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതിന് ആ സഹായം ചെയ്ത പ്രിയപ്പെട്ട സതീഷ്, അദ്ദേഹം മറ്റൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഡോക്ടർ MS സുനിലിനും സതീഷിനും ആയുസ്സും ആരോഗ്യവും ദീർഘനാൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് 355-ാമത്തെ വീടാണ്. ഇനിയും ഈ നാട്ടിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ സഹായിക്കാൻ അവർക്ക് എല്ലാ ഐശ്വര്യവും കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി കരയരുത്. എല്ലാവരോടുമായിട്ട് ഞാൻ നന്ദി പറയുക. എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. എനിക്ക് 57 വയസ്സുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായത്. ടീച്ചറെ, എനിക്ക് ഇത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. ടീച്ചറോട് വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയത്തില്ലയോ, ടീച്ചറെ ഒരു ദൈവത്തിന്റെ രൂപത്തിൽ എന്റെ മുമ്പിൽ കൊണ്ടു തന്ന ടീച്ചറിനോട് ഞാൻ എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ടീച്ചർ എന്നോട് നന്ദി പറയണ്ട. ഏറത്ത് പഞ്ചായത്തിലെ ചാത്തന്നപ്പുഴ വാർഡിൽ ക്യാൻസർ രോഗിയായ അതുപോലെ തന്നെ വിധവയായ ഒറ്റയ്ക്ക് താമസിക്കുന്ന 2 പേർക്ക് വീടില്ലാതെ അവരുടെ വീടെന്ന സ്വപ്നം പൂവണിയില്ല എന്ന് കണ്ട് കണ്ണീരോട് കഴിഞ്ഞിരുന്ന 2 പേർക്ക് ഇന്ന് വീട് പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുകയാണ്. 355, 54, 55 വീട് നൽകാൻ ഏറത്ത് പഞ്ചായത്തിലെ ചാത്തന്നപ്പുഴ വാർഡിലെ ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോട് ഞങ്ങൾ ഓർക്കുന്നു. വീടില്ലാതെ കഴിയുന്നവരെ ഭവനങ്ങളുണ്ടാക്കി അവരെ താമസിപ്പിച്ച് അവരുടെ ജീവിതം സുഖമാക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, അഹോരാത്രം പ്രവർത്തിക്കുന്ന സുനിൽ ടീച്ചറെയും ഈ വീടിന് സഹായം നൽകിയ സതീഷിനെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളെ കൊണ്ട് ഈ വീട് പൂർത്തീകരിച്ച് താമസിക്കാൻ വയ്യാത്ത സ്ഥിതിയായിരുന്നു.
എൻ്റെ ഭർത്താവിന് ക്യാൻസർ രോഗവും എനിക്ക് ഹാർട്ടിൻ്റെ അസുഖവും. അങ്ങനെ ഈ മാടം വന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നു. അതിന് 1000 നന്ദിയുണ്ട് ഞങ്ങൾക്ക്. പറഞ്ഞു നിങ്ങൾക്ക് ചെയ്തു തരാൻ പറഞ്ഞു ഞാൻ ചെയ്തു. ഇത് നീ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്കുള്ള വീടാണ്. നമുക്കിനി ഇതിനകത്ത് യാതൊരു തോളുമില്ല. നല്ല തണൽ മരങ്ങളൊക്കെ ഞാൻ മരം വെക്കാമെങ്കിൽ ഞാനൊരു മാവിൻ്റെ തൈ കൊണ്ടുതരാം, സൂക്ഷിക്കുമെങ്കിൽ കേട്ടോ. മാടം എന്ത് ചെയ്താലും ഞങ്ങൾ സൂക്ഷിക്കും. ഇതെങ്ങനെ സൂക്ഷിക്കാൻ തരണം. തരാം. ഇതുണ്ട് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വന്നിട്ട് താമസം തുടങ്ങിയിട്ട് ഞാൻ ഞങ്ങൾക്ക് എന്നും കാണത്തെ കോണക്കുള്ളതുണ്ട്. എന്തെങ്കിലും മാടത്തിന് തരാൻ മനസ്സുണ്ടെങ്കിൽ തരുമോ? അതേ ഉള്ളൂ. ആലപ്പുഴ സ്വദേശിയായ സതീച്ച് അദ്ദേഹം തന്ന പൈസ കൊണ്ടാണ് ഞാൻ ഈ 2 വീടുകളും പൂർത്തീകരിച്ച് ഇവർക്കായിട്ട് ഇന്ന് നൽകിയത്. അപ്പോൾ സതീശിന് ഒരുപാട് സന്തോഷം, നന്ദി, സ്നേഹം ഒക്കെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഫാമിലിയെയും ഒരുപാട് ദൈവാനുഗ്രഹിക്കട്ടെന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.